என்ன தெரிகிறது? அது ஒண்ணுமில்லடா. இந்த வீடியோ பதிவு கேரளாவில் ஒரு பஸ் பயணத்தின் போது எடுக்கப்பட்டது. ஓணம் செலிப்ரேஷனுக்காக அந்த சாரியை வேர் பண்ணிட்டு அவங்க போகிறாங்க. பக்கத்தில் இருக்க வயது முதிர்ந்தவரோட பார்வை சரியில்லாத காரணத்தினால மொபைல் கேமரா ஆன் பண்ணி ரெக்கார்ட் பண்ணிட்டு இருக்கிறாங்க. அவர் அந்த ரெக்கார்ட் பண்ணுறது கூட தெரியாமல் மீண்டும் அவங்கள ஆபாசமாக பார்த்துட்டு இருக்கிறாரு. இதை தான் அவங்க ரெக்கார்ட் பண்ணி அவங்க சமூக வலைதளத்தில் வெளியிட்டிருக்கிறாங்க. அதுக்கு பார்த்தீங்க அப்படின்னா நிறைய பேர் இவங்களுக்கு சப்போர்ட்டாக மெசேஜ் போட்டிருக்காங்க. ஒரு சிலர் உங்களோட ட்ரெஸ் சரியில்லை, நீங்கள் இந்த மாதிரியான ட்ரெஸ் உடுத்தக்கூடாது அப்படிங்கிற மாதிரியான விஷயங்களை பதிவு பண்ணுறாங்க. இந்த மாதிரியான தற்குறிகள் இருக்கிறது வரைக்கும் இந்த மாதிரியான பிரச்சனைகளை சரி செய்ய முடியாது அப்படிங்கிறதா என்னோட கருத்து. அதற்கு ஒரு விளக்கமான ஒரு வீடியோ கொடுத்துருக்காங்க. இதையும் பாருங்கள். உங்களோட கருத்து என்ன அப்படிங்கிறத കമന്റിൽ சொல்லிட்டு പോங்க. ബാക്കി 20% മലയാള സപ്പോർട്ട് നാറുകളോട് എനിക്ക് പറയാനുള്ളൂ. ഈ ഫേസ്ബുക്ക് അമ്മമാരെ കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ ഞാൻ അവിടെ പ്രതികരിച്ചില്ല എന്നാണ്. ഞാൻ പ്രതികരിക്കുകയും ചെയ്തു, അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്റെ ഡ്രസ്സിംഗ് ഞാൻ സെറ്റ് കൊണ്ടാണ് ധരിച്ചിരുന്നത്. ഞാൻ ഡാൻസും പരിപാടിയും തന്നെയാണ് ബസ്സിൽ കയറിയത്, ഓണ പരിപാടി തന്നെ. എന്റെ പ്ലീറ്റ് ഇച്ചിരി കുറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഞാൻ സാരി കയറ്റാൻ കൊടുക്കുന്നത്. എന്റെ ബ്ലൗസ് ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്, ഇതുവരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്നും കാണുന്നില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്, നല്ലപോലെ എനിക്കുണ്ട്. അയാൾ കാണാൻ വേണ്ടി എത്തി നോക്കിയത്. മൂന്നാമത്തെ കാര്യം, എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന വീഡിയോ പറ്റി നിങ്ങൾ പറഞ്ഞു, ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് ചോദിക്കാൻ ഇത്ര മാത്രം. അയാൾക്കറിയോ എന്റെ അടുത്തേക്ക് വിചാരിച്ചു ഏഞ്ചൽ ബേബിയാണ്, ഇവൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇവൾ മോഡലാണ്, ഇവൾ ആങ്കറാണ്, അപ്പൊ കുറച്ച് നോക്കിക്കാം. അങ്ങനെയാണോ? അയാൾക്ക് എന്നെ ചുക്ക് അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. നല്ല എന്റെ അച്ഛന്റെ പ്രായമുണ്ട് അയാൾക്ക്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, കേരളം നന്നാവത്തില്ലടോ. എനിക്ക് പറയാനുള്ളത്, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്കും. ഡ്രസ്സിംഗ് ആണോ കഴപ്പ്?